ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കിതാബുൽ ഫിഖ്ഹ് 20/7/2026 ഇന്ന് നടന്ന പാദവാർഷിക ചോദ്യപേപ്പറിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്കിവിടെ യോജിച്ചവ ചേർക്കാനാണ്. നമുക്കിവിടെ മുകളിൽ മന്ദൂബ് നിസ്കാരം നിബന്ധനയാണ്, ഒരു ദിവസം ഒളു അനിവാര്യമാണ്, ഹലാലാണ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള ചോദ്യത്തിന് യോജിച്ചത് ഏതാണെന്ന് ഇവിടുന്ന് മുകളിൽ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരം സ്വഹീഹാവാൻ എന്താണ്? ഉളൂ അനിവാര്യമാണ്, എഴുതാം. 2, മുബാഹിൻ്റെ മറ്റൊരു പേരാണ് ഹലാല്. അടുത്തത് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ് മന്ദൂബ്. 4, മുസ്ലിമിൻ്റെ ശാരീരികമായ മഹത്തായ ഇബാദത്താണ് നിസ്കാരം. 5, നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. 6, ഹയലിൽ നിന്ന് കുറഞ്ഞത് അത് ഒരു ദിവസമാണ്. അപ്പോൾ ഇത്രയും നമുക്ക് മുകളിൽ നിന്ന് നോക്കിയിട്ട് ഇവിടേക്ക് പകർത്തി കൊടുക്കാം. അടുത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം വന്നത്? ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർള് ഐന്. അത് ശരിയാണ്, ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർള് ഐന്. 2, നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടണം. അതും ശരിയാണ്, നമുക്കവിടെ ശരി അടയാളപ്പെടുത്താം. 3, നജസ് എന്നാൽ നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങളാണ്. അതും ശരിയാണ്, നജസ് എന്നാൽ നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങളാണ്. അടുത്തത്, നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് പതിവനുസരിച്ചാണ്. അതും ശരിയാണ്, ശരി അടയാളപ്പെടുത്താം. ഇനി 5, സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 2 ഇനമാണ്. അത് തെറ്റാണ്. 3 ഇനങ്ങളുണ്ട് അല്ലേ? 2 ഇനമാണ് എന്നത് അവിടെ തെറ്റാണ്. അടുത്തത്, കിബിലയിലേക്ക് തിരിയൽ ഉളൂഇൻ്റെ ഫർളാകുന്നു. ആണോ? അല്ല, തെറ്റാണ്. കിബിലയിലേക്ക് തിരിയൽ ഉളൂഇൻ്റെ സുന്നത്താണ്. ഇനി ഉത്തരം എഴുതാനാണ്. ഫർള് കിഫായ എന്നാൽ എന്ത്? സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഇതാണ് ഫർള് കിഫായ. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന കാര്യമാണ് ഫർള് കിഫായ. ഇനി ആ ഇളവുള്ള 3 നജസുകൾ എഴുതണം. ഇളവുള്ള 3 നജസുകൾ: കൊതുക് പോലുള്ളവയുടെ രക്തം, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇല്ലെങ്കിൽ മുഅല്ലലായ അന്യരക്തം, ഹൈള് രക്തം, പിന്നെ വഴിയിൽ നജസുണ്ടെന്നുള്ള ഉറപ്പുള്ള ചെളി, ഈച്ചയുടെ കാഷ്ടം, വവ്വാലിൻ്റെ മൂത്രം. ഇത് ഇഷ്ടമുള്ള 3 എണ്ണം എഴുതാം. അടുത്തത്, പ്രസവരക്തം എന്നാൽ എന്ത്? പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ്. അതാണ് നിഫാസ്. അടുത്തത്, ഉളൂഇൽ ശ്രദ്ധിച്ച് കഴുകേണ്ട അവയവങ്ങൾ ഏതെല്ലാമാണ്? മടമ്പ്, പീളക്കുഴി എന്നിവ ശ്രദ്ധിച്ച് കഴുകണം. അപ്പോൾ അവിടെ മടമ്പ്, പീളക്കുഴി എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഇനി 2 എണ്ണം വീതം എഴുതാനാണ്. നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണ്? ഭ്രാന്ത്, ബോധക്ഷയം. ഇങ്ങനെ 2 എണ്ണം എഴുതാം. നമ്മൾ പിന്നെയും ഹൈള്, നിഫാസ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള 2 എണ്ണം എഴുതിയാൽ മതി. ഇനി അടുത്തത്, മുത്തവസിത്തായ നജസുകൾ: ലഹരി ദ്രാവകങ്ങൾ, ചലം, മദിയ്, വദിയ്, മലം, മൂത്രം, രക്തം. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടുന്നും 2 എണ്ണം എഴുതാം. ഇനി അടുത്തത്, ഹൈള്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ: ഖുർആൻ ഓതൽ, ഖുർആൻ എഴുതപ്പെട്ടവ തൊടലും ചുമക്കലും, പള്ളിയിൽ താമസിക്കല്, നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്. ഇഷ്ടമുള്ള 2 എണ്ണം എഴുതാം. ഇനി പൂർത്തിയാക്കാനാണ്. ഹറാം ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് ഹറാം. ലഹരി ദ്രാവകങ്ങൾ
സ്വയം സുർക്കയായാൽ ശുദ്ധിയാകും. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയായാൽ ശുദ്ധിയാകും. അടുത്തത്, ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. അത് ശുദ്ധിയുള്ളതായിട്ട് പരിഗണിക്കാം. അടുത്തതാ ഇസ്തിഹാല, ഹൈല് നിഫാസ് സമയത്തല്ലാതെ വരുന്ന രക്തമാണിത്. ഹൈല് നിഫാസ് സമയത്തല്ലാതെ വരുന്ന രക്തമാണിത്. പൂർത്തിയാക്കി കൊടുക്കാം. ഇനി നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഇനി പൂരിപ്പിക്കാം. പ്രായപൂർത്തിയും ഡാഷ് ഉള്ള എല്ലാ മുസ്ലിമിലും ബുദ്ധി നിലനിൽക്കുന്ന ഡാഷ് മുഴുവൻ നിസ്കരിക്കൽ വാജിബാണ്. എന്താണ് നമ്മളവിടെ പഠിച്ചത്? പ്രായപൂർത്തിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രായപൂർത്തിയും അവിടെ ഉണ്ട്, ശുദ്ധിയും നമ്മളവിടെ എഴുതി കൊടുക്കണം. പ്രായപൂർത്തിയും ഉണ്ട്, ശുദ്ധിയും എഴുതി കൊടുക്കണം. പിന്നെ എല്ലാ മുസ്ലിമിലും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവൻ, കാലം എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം. നിസ്കരിക്കൽ വാജിബാണ്. അടുത്തത് സമ്പൂർണവും ഡാഷ് ഇസ്ലാമിക ഡാഷ് വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. എന്തായിരുന്നു അഹ്കാമുദ്ദീനിയ? സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധമായ എന്ന് ചേർക്കണം. പിന്നെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ എന്നതും പൂർത്തിയാക്കിയിട്ട് അത് നമ്മൾ മുഴുവനാക്കാം. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ലഭിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളത്തെ ചോദ്യപേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.